ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ? അറിയാം, ഇന്ന് ഹൈക്കോർട്ടിൽ ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ കേസ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു അപ്ഡേറ്റും കൂടെ അറിയിക്കാനുണ്ട്. അതിന് മുമ്പ് ഒരു അപ്ഡേറ്റ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പിയുടെ ലീഗൽ ടീം നേരത്തെ മുഹമ്മദ് ഷാ സാറിൻ്റെ ടീമായിരുന്നു. അപ്പോൾ അവരൊരു പുതിയൊരു ടീമിനെയും കൂടെ നിയോഗിച്ചിട്ടുണ്ട്. എക്സ്ട്രാ അഡ്വക്കേറ്റ്സിനെയും കൂടെ പാനലിലേക്ക് അവർ നിയോഗിച്ചിട്ടുണ്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് എസ് ശ്രീകുമാർ സാറിൻ്റെ ടീമാണ്, ടീം ഓഫ് എക്സ്പേർട്സ് ആണ് അവർ എക്സ്ട്രാ ആയിട്ട് നിയോഗിച്ചിരിക്കുന്നത്, എക്സ്ട്രാ അഡ്വക്കേറ്റ്സ് ആയിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കേസസ് ആക്ച്വലി ഇന്ന് ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പിയുടെ ഉണ്ടായിരുന്നു ഹൈക്കോർട്ടിൽ. ഒന്ന് എന്ന് പറഞ്ഞാൽ ബഡ്സ് ആക്ട് പ്രകാരം കോമ്പറ്റന്റ് അതോറിറ്റി വീണ്ടും ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പിയുടെ പ്രോപ്പർട്ടീസും ബാങ്ക് അക്കൗണ്ട്സും വീണ്ടും പ്രൊഫഷണലി അറ്റാച്ച്മെൻറ്റ് ചെയ്തതിൻ്റെ നടപടിക്കെതിരെയുള്ള കേസായിരുന്നു. അത് എടുത്തത് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചായിരുന്നു. അത് ഐറ്റം നമ്പർ 372 ആയിട്ടായിരുന്നു വിളിച്ചിരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സമാന്തരന് CBIക്ക് സംസ്ഥാന സർക്കാർ കോമ്പറ്റന്റ് അതോറിറ്റി കേസ് അന്വേഷണത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് സമാന്തര അന്വേഷണങ്ങൾ അപ്പോൾ CBIക്ക് കൈമാറിയത് കൊണ്ട് സമാന്തര അന്വേഷണങ്ങൾ വേറെ പോലീസിൻ്റെ അന്വേഷണം വേണ്ട എന്നുള്ള പെറ്റീഷനും കൂടെ ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പി മാനേജ്മെൻറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാദം കേൾക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിലായിരുന്നു അത് ഐറ്റം നമ്പർ 272 ആയിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. അപ്പോൾ ഇനി കേസ് അപ്ഡേറ്റ്സിലേക്ക് വരാം. ആദ്യം ബഡ്സ് ആക്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് വീണ്ടും കോമ്പറ്റന്റ് അതോറിറ്റി ചെയ്ത നടപടിക്കെതിരെ ഉള്ള ഇതായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചാണ് അത് എടുത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ സാറിൻ്റെ ടീമായിരുന്നു ഇന്ന് അതിനുവേണ്ടി ഹാജരായത്. അപ്പോൾ അവരുടെ എസ് ശ്രീകുമാർ സാറിൻ്റെ ടീം മെമ്പറായിരുന്നു ഇതിനു വേണ്ടി ഹാജരായത് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ മുമ്പാകെ. അപ്പോൾ ഹാജരായപ്പോൾ ഇവർ ഓൾറെഡി ഈ വക്കാലത്ത് മാറിയ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തി ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു. എന്നിട്ട് അപ്പോഴാണ് വാദത്തിലേക്ക് വന്നപ്പോഴാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോഴാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് ഓൾറെഡി ഒരു റിപ്ലൈ ചോദിച്ചിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ടു ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനുള്ള റിപ്ലൈസ് അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ടും. എന്തുകൊണ്ട് ഈ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് വീണ്ടും ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അവർ ആൻസർ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറിന് വീണ്ടും ഇതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി വീണ്ടും 2 weeks ടൈം ചോദിച്ചായിരുന്നു. ബട്ട് ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പിയുടെ ലീഗൽ എക്സ്പേർട്സ് അത് 2 weeks ഇസ് ടു മച്ച് ടൈം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ജസ്റ്റിസ് VG അരുൺ സാർ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ബഡ്സ് ആക്ടിൻ്റെ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റുമായിട്ട് തുടർവാദത്തിന് വേണ്ടി അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ അടുത്ത വെനസ്ഡേ ആണ് ഇപ്പോൾ ഇനി അടുത്ത കേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വെനസ്ഡേക്ക് മുമ്പായിട്ട് തന്നെ അതിൻ്റെ റെസ്പോൺസ് അറിയിക്കണമെന്നുള്ള ഒരു ഡയറക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ നമ്മുടെ ബഡ്സ് ആക്ടിൻ്റെ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്, ആ കേസുമായിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇനി അത് വരുന്നത് 24th ജൂലൈയിലാണ്, നെക്സ്റ്റ് വെനസ്ഡേ. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിനുള്ള റെസ്പോൺസ്, ഈ അറ്റാച്ച്മെൻറ്റ് ചെയ്തതിനുള്ള റെസ്പോൺസ് കൊടുക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. എന്നിട്ട് ബാക്കിയുള്ള വാദങ്ങളിലേക്ക് ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് VG അരുൺ സാർ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വെനസ്ഡേയിലേക്കാണ്, ജൂലൈ 24th. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നാം ഏവർക്കും അറിയാവുന്ന പോലെ CBIക്ക് അന്വേഷണം കൈമാറിയാൽ സമാന്തര അന്വേഷണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ള ഒരു കാര്യം നാം ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിനുമായിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പി. അത് പരിഗണിച്ചത് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിനോടാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ആ കേസ് വിളിച്ചപ്പോൾ തന്നെ ഹൈറസ്റ്റ് ഓൺലൈൻ ഷോപ്പിയുടെ ടീം ഓഫ് ലീഗൽ എക്സ്പേർട്സ് ആ കേസ്
ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിപ്പോൾ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് 25th ജൂലൈയിലേക്കാണ്. 25th ജൂലൈ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് തേഴ്സ്ഡേയിലേക്കാണ് അത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. കാരണം CBIക്ക് കൈമാറുമ്പോൾ പിന്നെ സമാന്തര അന്വേഷണം, ബാക്കി സ്റ്റേറ്റ് പോലീസ് അന്വേഷണം പാടില്ല എന്നുള്ള പെറ്റീഷനാണ്, ഹർജിയാണ് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. അപ്പോൾ അതാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ച് പരിഗണിക്കുകയും ആപ്ലിക്കേഷൻ പരിഗണിക്കുകയും ഇതിപ്പോൾ ഇനി അടുത്ത 25th ജൂലൈയിലേക്ക് അത് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഇപ്പോൾ അടുത്ത ആഴ്ചയെ സംബന്ധിച്ച് രണ്ടും, ഒന്ന് 24th ജൂലൈയിലേക്കാണ് ബഡ്സ് ആക്ടിൻ്റെ പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തത് ഈ സമാന്തര അന്വേഷണങ്ങൾ പാടില്ല എന്നുള്ള പെറ്റീഷൻ, അത് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ച് 25th ജൂലൈ അടുത്ത വ്യാഴാഴ്ച എടുക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റ്സും നിങ്ങൾ ഒന്ന് അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. എല്ലാം ക്ലാരിഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറെ അപ്ഡേറ്റ്സ് എന്തായാലും അറിയിക്കാം. എന്തായാലും ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത്, നമ്മുടെ ഈ ബഡ്സ് കോടതി ഉണ്ടല്ലോ, ഡെസിഗ്നേറ്റഡ് കോർട്ടിലും 23rd ജൂലൈയിൽ അതുമായിട്ട് ഉള്ള വാദങ്ങൾ നടക്കുന്നുണ്ട്. തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഈ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വിധി പറയുന്ന കോടതിയിൽ 23rd ജൂലൈയിലാണ് ഇനി അടുത്ത വാദം. അത് പാരലലി നടക്കുന്നുണ്ട്. ഈ ഹൈക്കോടതിയിൽ നടക്കുന്നത് പോലെ തന്നെ പാരലലി അതും കൂടെ നടക്കുന്നുണ്ടെന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ അത് പരാമർശിച്ചത്. അത് 23rd ജൂലൈയിലാണ് അത് എടുക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച വളരെ നിർണായകം ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എല്ലാം കേസസും ഇനിയിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്കിലേക്കാണ്. ഒന്ന് 23rd ജൂലൈയിൽ സെഷൻസ് കോർട്ടിൽ ഡെസിഗ്നേറ്റഡ് കോർട്ട് ബഡ്സ് ആക്ടിൻ്റെ വിധി പറയുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ വാദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫസ്റ്റ് അപ്ഡേറ്റ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ച് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഷുഡ് സബ്മിറ്റ് ദ റെസ്പോൺസ് ബിഫോർ നെക്സ്റ്റ് വെനസ്ഡേ. അങ്ങനെ അടുത്ത വെനസ്ഡേയിലേക്കാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റ് ചെയ്തതിനുള്ള റെസ്പോൺസ് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് വെനസ്ഡേ 24th ജൂലൈയിൽ പരിഗണിക്കുന്നതാണ് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ച്. അതുപോലെ തന്നെ അവസാനം പറഞ്ഞത് ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിൽ അത് ഇപ്പോൾ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് 25th ജൂലൈയിലാണ്. അത് സമാന്തര അന്വേഷണം, CBIക്ക് കൈമാറിയിരിക്കുന്ന അന്വേഷണത്തിന് സമാന്തര അന്വേഷണം പാടില്ല എന്നുള്ള പെറ്റീഷനാണ് ഹയർ സ്റ്റോൺ ഷോപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇനിയിപ്പോൾ അടുത്ത ബാക്കിയുള്ള പ്രൊസീഡിങ്സിന് വേണ്ടി 25th ജൂലൈയിലേക്കാണ് അത് ഇപ്പോൾ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലൊരാഴ്ച തന്നെ അടുത്ത ആഴ്ച ആകട്ടെ വാദങ്ങൾ, കാരണം പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അപ്ഡേറ്റും കൂടെയുണ്ട്. ശ്രീകുമാർ എക്സ്ട്രാ അഡ്വക്കേറ്റ്സിനെയും കൂടെ ഹയർ സ്റ്റോൺ ഷോപ്പിംഗ് മാനേജ്മെൻറ്റ് നിയോഗിച്ചിരിക്കുകയാണ്. ശ്രീകുമാറിൻ്റെ ബെഞ്ചാണ്. ശ്രീകുമാർ സാർ, അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറിൻ്റെ ടീമാണ് അതിനെ ഹയർ സ്റ്റോൺ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തായാലും വരും ആഴ്ചകളിൽ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ അറിയാം. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഏവരോടും പറയാനുള്ളത്. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് തരാനാണ് വന്നത്. So I wish you all the very best for all the High Reach members. So once again, have a blessed day. Thank you very much.